അങ്ങനെ തലനാരിഴക്ക് രക്ഷപ്പെട്ട ജലജ ആശുപത്രിവാസത്തിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തി. ദേവയാന്റെയും നയനയുടെയും സംശയം അവരിൽ തന്നെയായിരുന്നു. അഭിയും ജലജയും തന്നെയായിരിക്കും ഇതൊക്കെ ഒപ്പിച്ചു വെച്ചത് എന്നൊക്കെ അവർ കുറ്റപ്പെടുത്തി സംസാരിക്കുകയും ചെയ്തു. അന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ജലജയുടെ മുറിയിലേക്ക് ഗൂഢാലോചനയുമായിട്ട് അഭി എത്തി. അമ്മേ, കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവാണല്ലോ. നന്ദു ആ പാവമ്പാട്ടിയെങ്ങാനും കണ്ടുപിടിച്ച പിന്നെ ഞാൻ തീർന്നു. കൊലപാതക ശ്രമത്തിന് അവൾ എന്നെ ജയിലിലാക്കും, അഭി പേടിയോടെ പറഞ്ഞു. ജലജ അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എങ്കിലും അവരുടെ ഉള്ളിലും ഭയമുണ്ടായിരുന്നു. നീ പേടിക്കാതിരിക്ക അഭി, അവൾക്ക് തെളിവൊന്നും കിട്ടില്ല. പക്ഷേ നമ്മുടെ പ്ലാനൊക്കെ പാളിപ്പോയല്ലോ. നയനയെ കൊല്ലാൻ വേണ്ടി കൊണ്ടുവന്ന പാമ്പ് അവസാനം എന്നെ തന്നെ തിരിഞ്ഞുകുത്തി. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. അഭിയുടെ മനസ്സിൽ പഴയ പാപങ്ങളുടെ ഭാരമുണ്ടായിരുന്നു. അനഘ എന്ന പെൺകുട്ടിയെ ചതിച്ചതും അവളെ അപായപ്പെടുത്താൻ ശ്രമിച്ചതും ജ്വല്ലറിയിലെ തിരുമറികളും എല്ലാം നന്ദുവിനറിയാം. നവ്യ എന്ന തൻ്റെ ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടാണ് നന്ദു ഇതെല്ലാം തന്നെ ക്ഷമിച്ചത്, ഇത്ര നാളും ക്ഷമിച്ചത്. എന്നാൽ ഇനി അതൊന്നും ഉണ്ടാവില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. നയന ഗർഭിണിയാണ്. അതാണിപ്പോൾ അവരുടെ ഏക ബലം. അവൾ പ്രസവിച്ചു കഴിഞ്ഞ ആദർശിൻ്റെ സ്വത്തെല്ലാം തന്നെ ആ കുഞ്ഞിന് പോകും. അതൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ അഭിക്ക് ദേഷ്യം വന്നു. ജലജയുടെ കണ്ണുകളിൽ ക്രൂരതയുടെ തിളക്കം മിന്നി. അങ്ങനെ സംഭവിക്കാൻ നമ്മൾ ഒരിക്കലും സമ്മതിക്കില്ല. ഈ അനന്തപുരിയിലെ സ്വത്തുക്കൾ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാനൊന്നും ഞാൻ തയ്യാറല്ല. നയനയുടെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞു ജീവൻ അങ്ങ് ഇല്ലാതാക്കണം. അതൊരിക്കലും പുറം ലോകം കാണരുത്. അതിന് എന്ത് വില കൊടുക്കേണ്ടി വന്നാലും നമ്മളത് ചെയ്യും. അവർ രണ്ടുപേരും പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കാൻ തുടങ്ങി. പരാജയപ്പെട്ട പാമ്പ് നാടകത്തിന് ശേഷം കൂടുതൽ അപകടകരമായ എന്തെങ്കിലും ചെയ്യണമെന്ന തീരുമാനത്തിൽ അവരെത്തിച്ചേർന്നു. അതേസമയത്ത് തന്നെ നന്ദു പോലീസ് ബുദ്ധി ഉപയോഗിച്ച് സത്യത്തിൻ്റെ ചുരുളുകൾ അഴിക്കുകയായിരുന്നു. അവൾക്ക് ലഭിച്ച തെളിവുകൾ ശക്തമായിരുന്നു. പാമ്പാട്ടിയും സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞിരുന്നു. 10,000 രൂപക്ക് അഭിയാണ് ആ പാമ്പിനെ വാങ്ങിയത് എന്നും നയനെ അപായപ്പെടുത്താനാണ് അഭി അതെല്ലാം തന്നെ ചെയ്തു കൂട്ടിയത് എന്നെല്ലാം തന്നെ പാമ്പാട്ടി മൊഴി നൽകി. നന്ദു തൻ്റെ അനിയോട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഫോണിൽ സംസാരിച്ചു. അനി, ഇനി അഭിയെ വെറുതെ വിടാനൊന്നും പറ്റില്ല. അവൻ ചെയ്തതെല്ലാം തന്നെ കൊടും ക്രൂരതകളാണ്. ഒരു ഗർഭിണിയായ സ്ത്രീയെ, അതും സ്വന്തം ഭാര്യയുടെ അനിയത്തിയെ അവൻ കൊല്ലാൻ പാമ്പിനെ വിടുക എന്ന് പറഞ്ഞാൽ അവനെ നാളെ തന്നെ ഞാൻ അറസ്റ്റ് ചെയ്യും. അനി പൂർണ്ണ പിന്തുണ നൽകി. നീ നിന്റെ ഡ്യൂട്ടി ചെയ്യും നന്ദു. അവൻ ചെയ്ത തെറ്റിന് അവൻ എന്തായാലും ശിക്ഷ അനുഭവിക്കണം. പിറ്റേന്ന് രാവിലെ തന്നെ അനന്തപുരി വീട് ഒരു നാടകീയ രംഗത്തിന് സാക്ഷ്യം വഹിച്ചു. പോലീസ് ജീപ്പിൻ്റെ സൈറൻ മുഴങ്ങി. നന്ദുവും സംഘവും അഭയെ തേടിയെത്തി. ഇറങ്ങി വാടാ പുറത്തേക്ക്, നന്ദുവിൻ്റെ ശബ്ദം ആ വീട്ടിലങ്ങ് മുഴങ്ങി. മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും നവ്യയും എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് ഓടിക്കൂടി. എന്തിനാ നന്ദു അഭയെ കൊണ്ടുപോകുന്നത്? നവ്യ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. ചേച്ചി, ഇവൻ ചെയ്തു കൂട്ടിയിരിക്കുന്ന തെറ്റുകളൊന്നും ചെറുതല്ല. മൂർത്തി ജ്വല്ലറിയിലെ സ്വർണ്ണക്കടത്ത്, അനഘയെ വധിക്കാൻ ശ്രമിച്ചത്, പിന്നെ ഇന്നലെ ഈ വീട്ടിലേക്ക് പാമ്പിനെ കൊണ്ടുവന്നത്, ഇതിനെല്ലാം പിന്നിൽ ഇവനാണ്. നന്ദു തുറന്നടിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു. അഭി നിരപരാധിയാണെന്ന് അഭിനയിക്കാൻ ശ്രമിച്ചു. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശ, ഇവൾ വെറുതെ നുണ പറയുന്നതാണ്. പക്ഷേ മുത്തശ്ശൻ ഇത്തവണ അഭയെ തുണച്ചില്ല. സത്യം തിരിച്ചറിഞ്ഞ മുത്തശ്ശൻ പറയുന്നുണ്ട്, തെറ്റ് ചെയ്തവനേതായാലും ശിക്ഷ അനുഭവിക്കണം. നന്ദു, നീ അവനെ കൊണ്ടുപോയിക്കോളൂ. നവ്യയുടെ നിലവിളികൾക്കിടയിലൂടെ നന്ദു അഭയെ പിടിച്ചു വലിച്ച് ജീപ്പിലേക്ക് കയറ്റി. പോകുന്ന വഴിയിൽ അഭിയുടെ കർണത്തൊന്ന് പൊട്ടിക്കുകയും ചെയ്തു നന്ദു. ഭർത്താവിനെ പോലീസുകാർ കൊണ്ടുപോയത് സഹിക്കാൻ കഴിഞ്ഞില്ല നവ്യക്ക്. അവൾ വീട്ടുകാർക്കെതിരെ തിരിഞ്ഞു. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ അഭിയെ കൊടുക്കുകയാണ്. നയനക്കും ആദർശനും വേണ്ടിയിട്ട് എൻ്റെ ജീവിതം നിങ്ങൾ നശിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് നവ്യ എല്ലാവരെയും കുറ്റപ്പെടുത്തി. അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച അവളെ കൂടുതൽ വേദനിപ്പിച്ചു. ലോക്കപ്പിനുള്ളിൽ വെച്ച് നന്ദു അഭിയെ ചോദ്യം ചെയ്യുകയാണ്. ചോദ്യം ചെയ്യൽ മാത്രമല്ല, അഭി ചെയ്ത ക്രൂരതകൾക്കുള്ള മറുപടിയായി നന്ദുവിൻ്റെ കൈകൾ അഭിയുടെ മേൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. നീ എന്താ നന്ദു ഈ കാണിക്കുന്നത്? എൻ്റെ ഭർത്താവിനെ തല്ലിക്കൊല്ലാണോ? എൻ്റെ ഭർത്താവിനെ തല്ലാൻ നിനക്ക് എന്താണ് ഈ അധികാരം? നവ്യ അലറി വിളിച്ചുകൊണ്ട് ചോദിച്ചു. ചേച്ചി, ഇവൻ ചെയ്ത തെറ്റെന്താണെന്ന് ചേച്ചിക്കറിയില്ല. സ്വന്തം ഭാര്യയുടെ അനിയത്തിയെ കൊല്ലാൻ പാമ്പിനെ വിട്ടവനാണിവൻ. ഇവനോട് എന്ത് കരുണയാണ് ഞാൻ കാണിക്കേണ്ടത്? നന്ദു ചോദിച്ചു. എന്നാൽ നവ്യയുടെ കണ്ണിൽ അഭി ഇപ്പോഴും നിരപരാധിയായിരുന്നു. ജലജയുടെ വാക്കുകൾ അവളുടെ മനസ്സിനെ വിഷലിപ്തമാക്കിയിരുന്നു. തൻ്റെ അനിയത്തിക്ക് തന്നേക്കാൾ സ്നേഹം പരസ്പരമാണെന്നും തന്നെ മാത്രം അവരിങ്ങനെ ഒറ്റപ്പെടുത്തുകയാണെന്നും അവൾ വിശ്വസിച്ചു. ജാമ്യം കിട്ടാതെ അവൾ നിരാശയോടെ അനന്തപുരി വീട്ടിലേക്ക് മടങ്ങി. നിയമത്തിൻ്റെ നൂലാമാലകളിൽ നിന്നും എങ്ങനെയോ ജാമ്യം നേടി അഭി പുറത്തിറങ്ങി. പക്ഷേ പ്രതികാരം അവൻ്റെ ഉള്ളിൽ തന്നെ ആളിക്കത്തുന്നുണ്ടായിരുന്നു. ജലജയും അവനും ചേർന്ന് അടുത്ത പദ്ധതി തയ്യാറാക്കി. നയന ഗർഭിണിയായതുകൊണ്ട് തന്നെ അവൾക്ക് പോഷക സമൃദ്ധമായ ആഹാരങ്ങളും ജ്യൂസും നൽകുന്ന പതിവുണ്ടായിരുന്നു. ജലജ ഒരു ഗ്ലാസ് ജ്യൂസുമായി വന്നു. ഈ ജ്യൂസ് നയനക്ക് കൊടുക്കാനുള്ളതാണ്. ഇതിലൊരു പണി ഒപ്പിക്കാം, ജലജ അഭിയോട് പറഞ്ഞു. അവർ ആരും കാണാതെ ആ ജ്യൂസിലേക്ക് മാരകമായ ഒരു വിഷപ്പൊടി കലർത്താൻ തുടങ്ങി.
അത് ഉള്ളിൽ ചെന്നാൽ പിന്നെ നയന ഒരിക്കലും ഉണ്ടാവില്ല. അവളുടെ വയറ്റിലെ കുഞ്ഞും ഉണ്ടാവില്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരും എന്നൊക്കെ പറഞ്ഞ് ജലജ ക്രൂരമായ ചിരിയോടുകൂടെ തന്നെ ആ ജ്യൂസിലേക്ക് ആ ഒരു പൊടിയിട്ട് ഇളക്കി. അബി അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതേ അമ്മേ, എന്നെ ജയിലിൽ അടച്ചതിനുള്ള മറുപടിയാണിത്. നന്ദുവും ആദർശും എല്ലാവരും കരയുന്നത് എനിക്ക് കാണണം. എന്നാൽ വിധിയുടെ കളി വേറെയായിരുന്നു. തന്റെ മുറിയിൽ നിന്നും പുറത്തിറങ്ങിയ നവ്യ അബിയെയും ജലജയും കണ്ട് സംശയിച്ചു നിന്നു. അവർ രഹസ്യമായി എന്തോ ചെയ്യുന്നത് കണ്ട് അവൾ മറഞ്ഞു നിന്ന് ശ്രദ്ധിച്ചു. അപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത്. സ്വന്തം ഭർത്താവും ഭർത്താവിന്റെ അമ്മയും ചേർന്ന് തന്റെ അനിയത്തിക്ക് കൊടുക്കാനുള്ള ജ്യൂസിൽ വിഷം കലർത്തുന്നു. നവ്യയുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. ഇത്രയും നാൾ താൻ വിശ്വസിച്ച സ്നേഹിച്ച തന്റെ ഭർത്താവ് ഒരു കൊലപാതകിയാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു. നന്ദു പറഞ്ഞതെല്ലാം തന്നെ സത്യമായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞു. പാമ്പിനെ കൊണ്ടുവന്നതും അനഘയെ ഉപദ്രവിച്ചതും എല്ലാം അബി തന്നെയായിരുന്നു. അവരുടെ സംസാരം നവ്യ വ്യക്തമായി കേട്ടു. ഇതവൾ അറിയാതെ കലക്കി വെക്കണം, ആരും സംശയിക്കരുത്. നവ്യയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞു. ദേഷ്യവും സങ്കടം കൊണ്ട് തന്നെ അവൾ ആകെ അവിടെ നിന്നും വിറച്ചു. നയനെ രക്ഷിക്കണം, ഒപ്പം ഇവരുടെ തനി നിറം വെളിച്ചത്ത് കൊണ്ടുവരണം. നവ്യ പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ജലജ ജ്യൂസുമായി നയനയുടെ അടുത്തേക്ക് പോവാൻ ഒരുങ്ങി. അപ്പോഴേക്കാണ് നവ്യ അങ്ങോട്ടേക്ക് ചാടി വീണത്. നിൽക്ക്, നവ്യ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അബിയും ജലജയും പെട്ടെന്ന് ഞെട്ടിത്തിരിച്ചു. നവ്യയുടെ മുഖത്തെ രൗദ്രഭാവം കണ്ട് അവർ ആകെ ഭയന്ന് വിറച്ചു. എന്താ നവ്യെ? ജലജ വിക്കി വിക്കി ചോദിച്ചു. നിങ്ങൾ ജ്യൂസിൽ എന്താ ചേർത്തതെന്ന് എനിക്കറിയാം. എൻ്റെ അനിയത്തെ കൊല്ലാനൊന്നും ഞാൻ സമ്മതിക്കില്ല. നവ്യ ആ ഗ്ലാസ് തട്ടിത്തെറിപ്പിച്ചു. ആ ജ്യൂസ് ഗ്ലാസ് അങ്ങ് തട്ടിത്തെറിപ്പിച്ചതോടുകൂടെ തന്നെ അത് ചിതറി താഴേക്ക് വീണു. സത്യമെല്ലാം തിരിച്ചറിഞ്ഞ നവ്യ വഞ്ചനയുടെയും ക്രൂരതയുടെയും മുഖംമൂടികൾ വലിച്ചു കീറി. തൻ്റെ അനിയത്തിക്ക് ഇനി താൻ എന്നും കാവലായിരിക്കുമെന്നിങ്ങനെ നവ്യ മനസ്സിലുറപ്പിക്കുന്നുണ്ട്. ജലജയും അബിയും നല്ല ഫ്രോഡുകളാണെന്നുള്ള കാര്യമെല്ലാം തന്നെ നവ്യ തിരിച്ചറിയും. എല്ലാ സത്യങ്ങളും അബി ചെയ്ത് കൂട്ടിയ എല്ലാ വഞ്ചനകളും സത്യങ്ങളെല്ലാം തന്നെ നവ്യ തിരിച്ചറിയുന്നുണ്ട്. നവ്യയുടെ ഈ മാറ്റം കഥയിൽ വലിയൊരു വഴിത്തിരിവ് തന്നെയായിരുന്നു. സ്വന്തം ഭർത്താവിനും ഭർത്താവിൻ്റെ അമ്മക്കുമെതിരെ തന്നെ നവ്യ തിരിയുന്നതോടുകൂടെ തന്നെ അനന്തപുരിയിൽ പുതിയൊരു അധ്യായം കുറിക്കപ്പെടുകയാണ്. സത്യമെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷമുള്ള നവ്യയുടെ മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. പിന്നീട് അങ്ങോട്ടേക്ക് നയനക്കും ആദർശനും കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിൽക്കുന്ന നവ്യയായിരിക്കട്ടെ ഉടനീളം കാണാൻ കഴിയുന്നത്. അങ്ങനെ പത്തരമാറ്റ് സീരിയലിൽ ഇനി അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ വരാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ഒരു വീഡിയോക്ക് ലൈക്കും ഹൈപ്പൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ ഇതേ സമയത്ത് തന്നെ വരുന്നതായിരിക്കും. ബൈ ബൈ.